ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ല്യൂടെക് സോളാർ സൊല്യൂഷൻസ് പവർഡ് ബൈ മയിൽ ഫുഡ് സ്റ്റഫ്സ് മൂക്കന്നൂർ, സിറ്റി ടവർ, സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ് അങ്കമാലി ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. ഏകപക്ഷീയമായ ആക്രമണം നേരിട്ടു, പ്രതികരിക്കണമെന്ന് തോന്നി. മുഖ്യമന്ത്രിയുടെ വിമർശനങ്ങൾക്ക് മറുപടിയുമായി എ.കെ. ആന്റണി. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിമർശനങ്ങൾക്ക് മറുപടിയുമായി മുതിർന്ന കോൺഗ്രസ് നേതാവ് എ.കെ. ആന്റണി. തനിക്കെതിരെ ഏകപക്ഷീയമായ ആക്രമണങ്ങൾ നടക്കുന്നു. 2004 കേരള രാഷ്ട്രീയം വിട്ടതാണ്. LDF പ്രധാനമായും ഉന്നയിക്കുന്ന രണ്ട് കാര്യങ്ങൾ ഇന്നലെയും ആവർത്തിച്ചു. ഒന്ന് ശിവഗിരിയും, രണ്ട് മുത്തങ്ങയുമാണ്. താൻ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്നത് ശ്രീനാരായണ ഗുരുദേവനെയാണ്. തന്റെ അഭ്യർത്ഥന മാനിച്ചാണ് ചേർത്തല സ്കൂളിന്റെ പേര് ശ്രീനാരായണ ഹൈസ്കൂൾ എന്ന് മാറ്റിയതെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ തനിക്ക് ഏറ്റവും വേദനയുണ്ടാക്കിയ കാര്യം 1995 ശിവഗിരിയിൽ നടന്നു. ഹൈക്കോടതി ഉത്തരവ് പ്രകാരം പോലീസിനെ അയക്കേണ്ടി വന്നു. നടന്ന സംഭവങ്ങൾ നിർഭാഗ്യകരമാണ്. അധികാര കൈമാറ്റം നടത്തിയിരിക്കണമെന്ന് കോടതി ഉത്തരവിട്ടു. എല്ലാ നടപടിയും പോലീസ് എടുക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചു. കോടതി ഉത്തരവ് വന്നയുടനെയല്ല പോലീസ് പോയത്. പ്രകാശ് ആനന്ദയ്ക്ക് ചുമതല കൈമാറുവാൻ ശാശ്വതീകാനന്ദയും കൂട്ടരും തയ്യാറായില്ല. ശിവഗിരി കാവ്യവൽക്കരിക്കുമെന്ന് വാദിച്ചു. കീഴ്ക്കോടതി വിധികൾ പ്രകാശാനന്ദയ്ക്ക് അനുകൂലമായിരുന്നു. ഹൈക്കോടതി വിധിയുമായി 2 തവണ പോയിട്ടും അധികാര കൈമാറ്റം നടന്നില്ല. 3ാം വട്ടം കോടതിയലക്ഷ്യ നടപടിയുണ്ടാകുമെന്ന് കോടതി പറഞ്ഞു. 21 വർഷമായിട്ട് ഇത് പാടിക്കൊണ്ട് നടക്കുന്നു. E.K. നായനാർ അധികാരത്തിൽ വന്ന ശേഷം ഒരു കമ്മീഷനെ വച്ചു. ശിവഗിരിയിൽ നടന്ന സംഭവങ്ങൾ അന്വേഷിക്കുവാനായിരുന്നു കമ്മീഷൻ. സർക്കാരിനോട് തനിക്കൊരു അഭ്യർത്ഥനയുണ്ട്. സർക്കാർ നിയോഗിച്ച ജസ്റ്റിസ് ബാലകൃഷ്ണൻ കമ്മീഷന്റെ റിപ്പോർട്ട് പരസ്യപ്പെടുത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. മുത്തങ്ങ സംഭവത്തിൽ ഖേദമുണ്ടെന്നും എ.കെ. ആന്റണി പറഞ്ഞു. ആദിവാസികൾക്ക് ഏറ്റവും കൂടുതൽ ഭൂമി നൽകിയത് താനാണ്. എന്നിട്ടും ആദിവാസികളെ ചുട്ടുകരിച്ചെന്ന് പഴികേട്ടു. മുത്തങ്ങ വന്യജീവി സങ്കേതമാണ്. അവിടെ കുടിൽ കെട്ടിയപ്പോൾ എല്ലാ പാർട്ടികളും മാധ്യമങ്ങളും അവരെ ഇറക്കിവിടണമെന്ന് ആവശ്യപ്പെട്ടു. പിന്നീട് നിലപാട് മാറി. CBI അന്വേഷണ റിപ്പോർട്ട് സർക്കാരിന്റെ പക്കലുണ്ടെന്നും അത് പ്രസിദ്ധീകരിക്കണമെന്നും എ.കെ. ആന്റണി ആവശ്യപ്പെട്ടു. സർക്കാരിന് ആശ്വാസം. ആഗോള അയ്യപ്പ സംഗമം നടത്താം, ഹർജി തള്ളി സുപ്രീംകോടതി. ആഗോള അയ്യപ്പ സംഗമം തടയണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജി സുപ്രീംകോടതി തള്ളി. ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവിൽ സുപ്രീംകോടതി ഇടപെട്ടില്ല. അയ്യപ്പ സംഗമത്തിനുള്ള നടപടികൾ നിർത്തിവെക്കണമെന്ന ആവശ്യമാണ് ഹർജിക്കാർ ഉന്നയിച്ചിരുന്നത്. ജസ്റ്റിസ് PS നരസിംഹ, ജസ്റ്റിസ് AS ചന്ദൂർക്കർ എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഹർജി തള്ളിയത്. പരിപാടിയുമായി മുന്നോട്ടു പോകുവാനുള്ള സർക്കാരിന്റെ ശ്രമത്തിനാണ് ഇതോടെ സുപ്രീംകോടതി അനുമതി നൽകിയിരിക്കുന്നത്. സംഗമത്തിന് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യമുണ്ടെന്നാണ് ഹർജിക്കാരുടെ വാദം. ഹൈക്കോടതിയിലെ ഹർജിക്കാരായ VC അജികുമാറും അജീഷ് ഗോപിയും കൂടാതെ ഡോക്ടർ PS മഹേന്ദ്രകുമാറുമാണ് നിലവിൽ സുപ്രീംകോടതിയെ സമീപിച്ചിരുന്നത്. പരിപാടി വേണമെങ്കിൽ ഏതെങ്കിലും ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തിക്കോട്ടെയെന്നും പമ്പയിൽ വേണമെന്ന് നിർബന്ധം പിടിക്കരുത് എന്നുമായിരുന്നു ഹർജിക്കാരുടെ വാദം. സംഗമത്തിനായുള്ള സ്റ്റേജ് നിർമ്മാണം തീർത്ഥാടകർക്ക് യാത്രാ തടസ്സമുണ്ടാകുകയും തീർത്ഥാടകർക്ക് ശൌചാലയം പോലും തടസ്സപ്പെടുത്തിയുമാണ് സ്റ്റേജ് നിർമ്മിക്കുന്നത്. പരിപാടി നടത്തുവാനുള്ള തീരുമാനം എടുത്തത് ദേവസ്വം ബോർഡ് മീറ്റിംഗിൽ അല്ല, പകരം സർക്കാരിന്റെ അവലോകന യോഗത്തിലാണ്. 2022 പമ്പയിൽ ഭജൻ നടത്തുവാൻ അനുവാദം ചോദിച്ചപ്പോൾ സർക്കാർ എതിർത്തിരുന്നു. ഇപ്പോൾ അതേ സ്ഥലത്താണ് പരിപാടി നടത്തുവാൻ അനുമതി നൽകിയിരിക്കുന്നതെന്നും ഹർജിക്കാർ ചൂണ്ടിക്കാട്ടി. എന്നാൽ ഹൈക്കോടതി വിധിയിൽ ഇടപെടുന്നില്ല എന്നായിരുന്നു സുപ്രീംകോടതിയുടെ വാദം. നാരി സശക്ത്, സ്ത്രീകൾക്ക് മരുന്നും ചികിത്സയും സൌജന്യം. 23,000 കോടിയുടെ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്ത് പ്രധാനമന്ത്രി. ജന്മദിനത്തിൽ 23,000 കോടിയുടെ വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സ്ത്രീകൾക്കായുള്ള പദ്ധതിയുടെ പ്രഖ്യാപനം, സ്വസ്ഥ നാരി സശക്ത് പരിവാർ അഭിയാൻ, 1 ലക്ഷം ആരോഗ്യ പരിശോധന ക്യാമ്പുകൾ, സ്ത്രീകൾക്ക് സൌജന്യ ചികിത്സയും മരുന്നും ഉറപ്പാക്കും എന്നിവയാണ് പിറന്നാൾ ദിനത്തിലെ മോദിയുടെ പ്രധാന പ്രഖ്യാപനങ്ങൾ. പിറന്നാൾ ദിനമായ ഇന്ന് മധ്യപ്രദേശിലെ ധാറിലാണ് പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന പരിപാടികൾ. വിവിധ നേതാക്കൾക്കൊപ്പം റോഡ് ഷോയിൽ പങ്കെടുത്ത മോദി വിവിധ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്തു. ഉദ്ഘാടന പ്രസംഗത്തിൽ ഓപ്പറേഷൻ സിന്ദൂർ നടപ്പാക്കിയ സൈനികരെ മോദി പുകഴ്ത്തി. ഇന്ത്യയുടെ ആക്രമണം ജെയ്ഷെ സ്ഥിരീകരിച്ചു. ജെയ്ഷെ ഭീകരൻ മസൂദ് അസ്ഹറിന്റെ കുടുംബത്തെയടക്കം ഇന്ത്യ നശിപ്പിച്ചു. പുതിയ ഇന്ത്യ ആണവ ഭീഷണിയിൽ ഭയക്കില്ല എന്നും മോദി പറഞ്ഞു. രാജ്യത്തെ 140 കോടി ജനങ്ങളോട് എനിക്ക് പറയുവാനുള്ളത് ഇന്ത്യൻ നിർമ്മിത സാധനങ്ങൾ മാത്രം വാങ്ങി ഉപയോഗിക്കുവാനാണ്. സംസ്ഥാനത്തിന്റെ ഖജനാവ് ഒരിക്കലും നിങ്ങളുടെ ആരോഗ്യത്തെക്കാൾ വലുതല്ല. പുതിയ ഇന്ത്യ ഒരു തരത്തിലുള്ള ആണവ ഭീഷണികളെയും ഭയക്കുന്നില്ലെന്നും നരേന്ദ്രമോദി തന്റെ പ്രസംഗത്തിൽ വ്യക്തമാക്കി. കോവിഡിന് ശേഷം കേരളത്തിൽ മരണനിരക്ക് വർദ്ധിച്ചു. ഹൃദയാഘാതം വന്ന് മരിക്കുന്നവരുടെ എണ്ണം കൂടി.
ആരോഗ്യമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷം. ലോകത്തുള്ള എല്ലാ രോഗങ്ങളും കേരളത്തിലുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. കോവിഡിന് ശേഷം കേരളത്തിൽ മരണനിരക്ക് വർദ്ധിച്ചു. ഹൃദയാഘാതം വന്ന് മരിക്കുന്നവരുടെ എണ്ണം കൂടി. കേരളത്തിന്റെ ആരോഗ്യരംഗം അപകടാവസ്ഥയിലെന്നും അദ്ദേഹം വ്യക്തമാക്കി. അമീബിക് മസ്തിഷ്ക ജ്വരത്തെക്കുറിച്ചുള്ള ഭീതി അകറ്റുവാൻ പ്രമേയം കൊണ്ടുവരുമ്പോൾ കൊട്ടേഷൻ എടുത്തു എന്നാണ് പറയുന്നത്. ആരുടെ കൊട്ടേഷനാണ്? അമീബയുടെയോ? രാഷ്ട്രീയം പറയുന്നതിന് മര്യാദ വേണ്ടേ? 19 മരണമുണ്ടായി. 15 ദിവസം കൊണ്ട് 8 മരണമുണ്ടായി. ചികിത്സാ പ്രോട്ടോകോൾ നൽകിയിട്ടില്ല. സർക്കാർ ഇരുട്ടിൽ തപ്പുന്നു. വിദഗ്ധ സഹായം തേടിയിട്ടില്ലെന്നും സതീശൻ നിയമസഭയിൽ പറഞ്ഞു. 10 കൊല്ലം മുൻപുള്ള കഥ പറയുകയാണ് മന്ത്രി. ആരോഗ്യ കേരളം എല്ലാവരും കൂടി കെട്ടിപ്പടുത്തതാണ്. കേരളത്തിൽ 2016 ആദ്യത്തെ കേസ് റിപ്പോർട്ട് ചെയ്തത്. വസ്തുത അതായിരിക്കെ എന്തിനാണ് 2013 ഇരുന്ന സർക്കാരിന്മേൽ കെട്ടിവെക്കുവാൻ ശ്രമിക്കുന്നത്? ക്രിയാത്മകമായി സമീപിക്കുന്നില്ല. അതിനു പകരം പരസ്പര വിരുദ്ധമായാണ് സംസാരിക്കുന്നത്. ആശുപത്രി വികസന സമിതിയിൽ നയാ പൈസയില്ല. ആരോഗ്യ കേരളത്തിനെതിരെ പരാതി പറഞ്ഞത് ഇടത് സഹയാത്രികനായ ഡോക്ടർ. പഴയ കണക്ക് പറഞ്ഞുകൊണ്ടിരുന്നാൽ മതിയോ? ആരോഗ്യ കേരളത്തെ വെന്റിലേറ്ററിൽ നിന്നും രക്ഷിക്കേണ്ടേയെന്നും വി.ഡി. സതീശൻ ചോദിച്ചു. സർക്കാർ സംവിധാനത്തെ അടച്ചാക്ഷേപിക്കുവാനുള്ള നിർഭാഗ്യകരമായ ശ്രമമാണ് പ്രതിപക്ഷം നടത്തുന്നതെന്ന് മന്ത്രി വീണ ജോർജ് മറുപടി നൽകി. UDF കാലത്ത് 12 ശിശുമരണ നിരക്ക്. LDF സർക്കാരിന്റെ കാലത്ത് 5 കുറച്ചു. ഇരുട്ടിൽ തപ്പുന്നത് പ്രതിപക്ഷമാണ്. 13 ജില്ലാ ആശുപത്രികളിൽ കാത്ത് ലാബ് കൊണ്ടുവന്നു. ഹൃദയാഘാതത്തിന്റെ മരണനിരക്ക് 6% കുറയ്ക്കുവാൻ കഴിഞ്ഞു. അമീബിക് മസ്തിഷ്ക ജ്വരം പടർത്തുന്ന അമീബ എല്ലാതരം ജലസ്രോതസ്സുകളിലുമുണ്ട്. 2016 ആദ്യ കേസ് കണ്ടെത്തുന്നത്. കൃത്യമായ പരിശോധനയുടെ ഫലമായാണ് ഇത് കണ്ടെത്തിയത്. 70% മസ്തിഷ്ക ജ്വരങ്ങളുടെയും കാരണം രാജ്യത്ത് കണ്ടെത്തുന്നില്ല. ഏത് അമീബയാണ് എന്ന് കണ്ടെത്തുന്നതിന് എല്ലാ ജില്ലകളിലും സംവിധാനങ്ങളുണ്ട്. ഇല്ലെന്നുള്ളത് വ്യാജ പ്രചരണമെന്നും മന്ത്രി വ്യക്തമാക്കി. ഗ്രൂപ്പ് പോര് അവസാനിപ്പിക്കുവാൻ ഹൈക്കമാൻഡ് ഇടപെടും. ഭരണം പിടിക്കുവാൻ കൂട്ടായ ശ്രമം വേണമെന്ന് നിർദ്ദേശം. കേരളത്തിലെ കോൺഗ്രസിൽ ഗ്രൂപ്പ് പോര് ശക്തമായതോടെ ഇടപെടലുമായി ഹൈക്കമാൻഡ്. ഗ്രൂപ്പിസം അവസാനിപ്പിക്കണമെന്നും നേതാക്കൾ ഒറ്റക്കെട്ടായി മുന്നോട്ടു പോകണമെന്നും ഹൈക്കമാൻഡ് കേരളത്തിലെ മുതിർന്ന നേതാക്കളോട് ആവശ്യപ്പെട്ടതായാണ് വിവരം. സംസ്ഥാനത്ത് UDFന് അനുകൂലമായ ഒരു രാഷ്ട്രീയ കാലാവസ്ഥ രൂപപ്പെടുമ്പോഴും തമ്മിൽ പോരടിക്കുകയാണ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ എന്നാണ് AICCയുടെ വിലയിരുത്തൽ. കേരളത്തിലെ സംഘടനാ പ്രശ്നങ്ങളിൽ ഇടപെടണം എന്നാണ് മുതിർന്ന നേതാവുമായ AK ആന്റണിക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. AICC വർക്കിംഗ് കമ്മിറ്റി അംഗമാണെങ്കിലും AK ആന്റണി കഴിഞ്ഞ കുറച്ചു വർഷമായി തിരുവനന്തപുരത്ത് വിശ്രമത്തിലാണ്. പാർട്ടിയുടെ ദൈനംദിന കാര്യങ്ങളിൽ ഇടപെടാറില്ലെങ്കിലും KPCC ആസ്ഥാനത്ത് സജീവ സാന്നിധ്യമാണ് AK ആന്റണി. മുതിർന്ന നേതാക്കൾ തമ്മിലുള്ള അഭിപ്രായ ഭിന്നതകൾ പറഞ്ഞു തീർക്കുവാൻ AK ആന്റണിയുടെ സേവനം ഉപയോഗപ്പെടുത്തുവാനാണ് ഹൈക്കമാൻഡ് തീരുമാനം. പോലീസ് മർദ്ദന വിഷയവുമായി മുഖ്യമന്ത്രി നിയമസഭയിൽ നടത്തിയ പരാമർശത്തിൽ മുഖ്യമന്ത്രിക്ക് മറുപടി നൽകാനായി AK ആന്റണി പത്രസമ്മേളനം വിളിച്ചതും ഇതിന്റെ ഭാഗമായാണ്. മുൻ മുഖ്യമന്ത്രി എന്ന നിലയിൽ ആന്റണിയുടെ കാലത്ത് പോലീസുമായി ബന്ധപ്പെട്ടുള്ള ആരോപണത്തിലായിരിക്കും മറുപടി. പുട്ടു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. കണ്ണൂർ വിമാനത്താവള റൺവേക്കായി സ്ഥലം നൽകിയ ഭൂവുടമയ്ക്ക് ജപ്തി നോട്ടീസ്. നടപടി ഒഴിവാക്കണമെന്ന് സണ്ണി ജോസഫ് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകി. കണ്ണൂർ വിമാനത്താവള റൺവേ വികസനത്തിനായി സ്ഥലം നൽകേണ്ട ഭൂവുടമയ്ക്ക് ജപ്തി നോട്ടീസ് ലഭിച്ച സംഭവത്തിൽ ഇടപെട്ട് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് ജപ്തി നടപടി ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകി. വൃക്ക രോഗിയായ കാനാട് സ്വദേശി നസീറയ്ക്കാണ് ബാങ്കിൽ നിന്നും ജപ്തി നോട്ടീസ് ലഭിച്ചത്. 2017 ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട വിജ്ഞാപനം പുറത്തിറങ്ങിയത്. റൺവേ വികസനത്തിനായി നസീറയുടേതുൾപ്പെടെ 245 ഏക്കർ ഭൂമി ലിസ്റ്റ് ചെയ്തിരുന്നു. എന്നാൽ തുടർ നടപടിയൊന്നും ഉണ്ടായില്ല. ആർക്കും നഷ്ടപരിഹാരവും ലഭിച്ചില്ല. അതിനിടെ വൃക്കരോഗിയായ നസീറ ചികിത്സയ്ക്കായി ബാങ്കിൽ നിന്നും വായ്പ എടുത്തു. നഷ്ടപരിഹാരം കിട്ടുമെന്ന പ്രതീക്ഷയിൽ. പണം കിട്ടിയില്ലെന്ന് മാത്രമല്ല, വിമാനത്താവളത്തിനായി ലിസ്റ്റ് ചെയ്ത സ്ഥലമായതിനാൽ ഭൂമിയും വീടും വിൽക്കുവാൻ പോലും സാധിക്കുന്നില്ല. നസീറയുടെ കുടുംബം നേരിടുന്ന ദുരിതം മാധ്യമങ്ങൾ പുറത്തുകൊണ്ടുവന്നു. പിന്നാലെ വിഷയത്തിൽ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിന്റെ ഇടപെടലുണ്ടായി. വായ്പ ഒഴിവാക്കുവാൻ സർക്കാർ ഇടപെടണമെന്നാവശ്യപ്പെട്ട് സണ്ണി ജോസഫ് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകി. വായ്പ ഒഴിവാക്കുവാൻ കഴിയില്ലെങ്കിൽ നസീറയുടെ ഭൂമി അവർക്ക് തന്നെ കൈമാറണം എന്നാണ് കത്തിലെ ആവശ്യം. ഭൂമി ഏറ്റെടുക്കൽ നടപടി വൈകുന്നതിനാൽ നിരവധി കുടുംബങ്ങളാണ് ദുരിതത്തിലായത്. വിഷയം ഗൌരവത്തിൽ കണ്ട് നടപടി സ്വീകരിക്കണമെന്നും സണ്ണി ജോസഫ് ആവശ്യപ്പെട്ടു. സോണിയാഗാന്ധി വയനാട്ടിലേക്ക്. രാഹുൽ ഗാന്ധിക്കൊപ്പം വെള്ളിയാഴ്ച എത്തും. സോണിയാഗാന്ധി വയനാട്ടിലേക്ക്. രാഹുൽ ഗാന്ധിക്കൊപ്പം വെള്ളിയാഴ്ച വയനാട്ടിലെത്തും.
സ്വകാര്യ സന്ദർശനം എന്നാണ് വിവരം. ഒരു ദിവസത്തെ സന്ദർശനം മാത്രമാണ് എന്നാണ് പുറത്തുവരുന്ന വിവരം. മകളും വയനാട് എംപിയുമായ പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ തുടരുന്നതിനിടെയാണ് ഇരുവരും ജില്ലയിലേക്ക് എത്തുന്നത്. സോണിയാഗാന്ധിയുടേത് സ്വകാര്യ സന്ദർശനത്തിന്റെ ഭാഗമാണെങ്കിലും നേതാക്കന്മാരെയും കാണും എന്നാണ് വിവരം. 2 ദിവസം മുൻപാണ് പ്രിയങ്ക ഗാന്ധി വയനാട്ടിലെത്തിയത്. വയനാട്ടിലെത്തിയ പ്രിയങ്ക സാമൂഹിക മത സാമുദായിക നേതാക്കന്മാരെ സന്ദർശിച്ചിരുന്നു. അതേസമയം പാർട്ടിക്കുള്ളിലെ പോരിലും പ്രാദേശിക നേതാക്കളുടെ ആത്മഹത്യകളിലും കടുത്ത പ്രതിരോധത്തിലായിരിക്കുകയാണ് വയനാട് കോൺഗ്രസ്. ഈ വിവാദങ്ങളെക്കുറിച്ച് പ്രിയങ്ക ഗാന്ധി എംപി ജില്ലാ നേതൃത്വത്തോട് വിവരം തേടിയതായി റിപ്പോർട്ട് പുറത്തുവന്നിരുന്നു. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.